ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വഴുതനങ്ങ തീയലാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ്. ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് തീയലിനായിട്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. തീരെ കനം കുറയരുത്. ഇതിന് ചേർക്കാണ്ട് ഒരു 4 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായ തേങ്ങ. ഇതൊരുവിധം വലിയൊരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെള്ളം ഒഴിക്കാതെയാണിത് അരച്ചെടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നമ്മൾ വാങ്ങാറാകുമ്പോഴത്തേന് ഇട്ടാൽ മതി. ഇപ്പം മൂത്തിട്ടുണ്ട് തേങ്ങ. ഇത്രയും മതി, നമുക്ക് കോരിയെടുക്കാം. ഇതൊരു ചെറു ചൂടോട് തന്നെ അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത് ഞാൻ. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ കടുക് വറുത്തിടുന്നത്. കടുക് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിടാം. ഒരു 2 വറ്റൽമുളക് കൂടി ഇടാം. മുളകും കടുകൊക്കെ പൊട്ടി നമ്മുടെ ആ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. ആദ്യമേ ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് ഒന്നും ആകണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് വഴുതനങ്ങ ഇട്ടാൽ മതി. നമ്മളെ പച്ചമുളക് കൂടെ അതിലേക്ക് ചേർക്കാം. പിന്നെ വഴുതനങ്ങയ്ക്ക് അധികം മൂപ്പില്ല, പെട്ടെന്ന് വേവും അത്. വഴുതനയോടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ആദ്യം കയറി ഏകദേശം വെന്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് നമ്മൾ ഇളക്കണം. കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട ഇതിന്. ആ എണ്ണയുടെ ഇത് മതി. അത് കാരണം വഴുതനങ്ങ പെട്ടെന്ന് വേവുകയും ചെയ്യുമല്ലോ. കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. അത് പിഴിഞ്ഞിഞ്ഞ് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തേങ്ങയും കൂടി അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാൻ മതി. നല്ലൊരു തീയലാണിത്. ഇനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇത്രയും വെള്ളം മതി. ഇനി ഒന്ന് തിളച്ചാൽ മതി. തിളച്ചു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ
വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.